72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുന്നു. മലയാളത്തെ സംബന്ധിച്ച്, കേരളത്തെ സംബന്ധിച്ച് ഏറെ തിളക്കമാർന്ന ഒരു നിമിഷം കൂടിയാണ് ഈ ഒരു അവസരം എന്ന് പറയുന്നത്. മികച്ച നടനായി ദേശീയ പുരസ്കാരം മലയാളത്തിൻ്റെ മഹാനടൻ മെഗാസ്റ്റാർ മമ്മൂട്ടിയെ തേടിയെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ 4ാമത്തെ ദേശീയ അവാർഡ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത്. അതുകൂടാതെ ഒരു പിടി മലയാളം ചിത്രങ്ങൾക്കും പല രീതിയിലുള്ള അവാർഡ് നേട്ടങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പ്രത്യേക പരാമർശം ഉണ്ടായിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് 34 ഭാഷകളിൽ നിന്നായി ഏകദേശം 400ഓളം ചിത്രങ്ങൾ കണ്ടതിന് ശേഷം അതിനെ വിശകലനം ചെയ്ത് അതിനുശേഷമാണ് ഈ പുരസ്കാരത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. വളരെ വാശിയേറിയ ഒരു മത്സരം തന്നെയായിരുന്നു. ഇത്തവണത്തെ ദേശീയ പുരസ്കാരത്തിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ദക്ഷിണേന്ത്യൻ സിനിമകൾക്ക് കൂടുതൽ ഊർജ്ജം പകരുന്ന, അവർക്ക് കൂടുതൽ മുന്നോട്ട് കുതിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒട്ടനവധി നേട്ടം തന്നെയാണ് ഇത്തവണ നമുക്ക് സ്വന്തമാക്കാനായി കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വിഷയം. ഇനി ഭ്രമയുഗത്തിലെ അസാധാരണ പ്രകടനത്തിന് തന്നെയാണ് മമ്മൂട്ടിയെ മികച്ച നടനുള്ള പുരസ്കാരം സ്വന്തമാക്കാനായി അവസരമൊരുക്കി നൽകിയത്. നേരത്തെ മതിലുകൾ, അതുപോലെ തന്നെ ഒരു വടക്കൻ വീരഗാഥ, പൊന്തന്മാട, വിധേയൻ, ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ എന്നീ ചിത്രങ്ങളിലൂടെ 3 തവണ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം അദ്ദേഹം ഇതിനു മുന്നേ സ്വന്തമാക്കിയിട്ടുണ്ട്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു വലിയ കംബാക്ക്, തിരിച്ചുവരവ് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാനായി സാധിക്കുന്നത്. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഭ്രമയുഗത്തിലെ കൊടുമൺ പോറ്റിയെയും ചാത്തനെയും ഒക്കെ തന്നെ ഇപ്പോൾ ദേശീയ ജനങ്ങൾ ഏറ്റെടുത്തു. അതിന് തൊട്ടു പിന്നാലെ ദേശീയ പുരസ്കാരത്തിലും തിളക്കമാർന്ന ഒരു മികവിലേക്ക് കടന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൂടാതെ തന്നെ ചിത്രത്തിൻ്റെ ആ ഒരു മേക്കിംഗ്, അതിനെക്കുറിച്ചും പ്രത്യേകമായി എടുത്തു പറയുന്ന, ജൂറി അംഗങ്ങൾ എടുത്തു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സീരീസിൽ ഇത്രയും മനോഹരമായി അതൊക്കെ തന്നെ കാസ്റ്റ് ചെയ്യാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനും അതിൽ വളരെ ഗംഭീരമായി ഓരോരുത്തർക്കും അവരുടേതായ ഒരു സ്പേസ് നൽകാനും അത് ഫലിപ്പിക്കാനുമുള്ളൊരു അവസരം അവർക്ക് അതിൽ ലഭ്യമായിട്ടുണ്ട്. അതിൽ സംവിധാനത്തിൻ്റെ മികവ് എടുത്തു പറയേണ്ടതാണ്. അഭിനേതാക്കൾ ഓരോരുത്തരെയും പ്രശംസിക്കേണ്ടതാണ്. അതിൽ ഏറ്റവും മികവുറ്റ അഭിനയം കാഴ്ചവെച്ച മമ്മൂട്ടിയെ തന്നെയാണ് ഈ പുരസ്കാരം ഇപ്പോൾ തേടിയെത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ ചിത്രത്തിലെ മികച്ച പ്രകടനത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം തന്നെയാണ് ഈ ഒരു നേട്ടം ഉണ്ടായിരിക്കുന്നത്. ഇതുകൂടാതെ മികച്ച തമിഴ് ചിത്രം ധനുഷ് സംവിധാനം ചെയ്ത രായൻ സ്വന്തമാക്കിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ധനുഷിന് പ്രത്യേക പരാമർശം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സംവിധാനത്തെയും അഭിനയത്തെയും ഒക്കെ തന്നെ പ്രത്യേകം പരാമർശിക്കുന്ന സാഹചര്യമുണ്ടായി. മികച്ച മലയാള ചിത്രത്തിനുള്ള പുരസ്കാരം ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമ സ്വന്തമാക്കിയിരിക്കുകയാണ്. മികച്ച ഹിന്ദി സിനിമയ്ക്കുള്ള പുരസ്കാരം ശ്രീകാന്ത് സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. മികച്ച തമിഴ് ചിത്രം ധനുഷിൻ്റെ രായൻ തന്നെയാണ്. മികച്ച ചിത്രങ്ങൾ ഒട്ടനവധി നിലവിൽ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അക്കൂട്ടത്തിൽ തന്നെ ഇനി ദേശീയ തലത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ മികച്ച സിനിമ എന്ന രീതിയിൽ പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ 370 ഹിന്ദി ചിത്രമാണ്. അതിലെ പ്രത്യേക പരാമർശം അതിന് ഉണ്ടായിട്ടുണ്ട്. ഇതുകൂടാതെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെന്ന് പറയുന്നത് ബോളിവുഡ് താരം കാർത്തിക് ആര്യനുമായി പുരസ്കാരം പങ്കിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൂടാതെ ചന്തു ചാമ്പ്യൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് കാർത്തിക് ആര്യനെ പുരസ്കാരത്തിന് അർഹനാക്കിയിട്ടുള്ളത്. പിന്നീട് യാമിയെ മികച്ച നടിയാക്കി മാറ്റിയത് ആർട്ടിക്കിൾ 370 ഒരു അഭിനയത്തെക്കുറിച്ച് തന്നെയാണ് എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഇത് കൂടാതെ മലയാളത്തിലെ ഏറം എന്ന ചിത്രത്തിൽ അങ്ങുവാനക്കോണിൽ എന്ന ഗാനം വൈക്കം വിജയലക്ഷ്മിക്ക് മികച്ച ഗായിക എന്ന ഒരു നേട്ടം സ്വന്തമാക്കി നൽകിയിരിക്കുന്നു. മികച്ച ഛായാഗ്രാഹനത്തിനുള്ള പുരസ്കാരവും ഭ്രമയുഗത്തിൽ ലഭിച്ചിരിക്കുന്നു. ഷഹനാദ് ജലാലിനാണ് അത് ലഭിച്ചിരിക്കുന്നത്. 2024 സെൻസർ ചെയ്തിട്ടുള്ള ചിത്രങ്ങൾ തന്നെയാണ് ഈ ഒരു ലിസ്റ്റിൽ, ഈ ഒരു കാറ്റഗറിയിൽ നിലവിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ മലയാളത്തിൽ നിന്നും ഭ്രമയുഗം കൂടാതെ മഞ്ഞുമൽ ബോയ്സ്, അതുപോലെ കിഷ്കിണ്ണാകാന്ഡം, അങ്ങനെ ജൂറിയിലെത്തിയിരിക്കുന്ന പ്രധാന ചില ഒരുപിടി ചിത്രങ്ങളുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെയാണ് ശക്തമായ ഒരു മികവ് പുലർത്തി എന്ന രീതിയിൽ മമ്മൂട്ടിയെ തന്നെ പ്രധാനമായും തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആസിഫ് അലി അടക്കം, അതുപോലെ തന്നെ മറ്റ് നടന്മാരൊക്കെ തന്നെ ഈ ഒരു അവസരത്തിൽ നിരവധി പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. മലയാളത്തെ സംബന്ധിച്ച്, മലയാള ചലച്ചിത്ര മേഖലയെ സംബന്ധിച്ച് ഏറെ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്ന ഒരു അവസരം കൂടിയാണ് ഈ ദേശീയ ചലച്ചിത്ര പുരസ്കാരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.